നമ്മുടെ ഒരു വീടാവണമെങ്കിൽ ഏറ്റവും കിടിലം ഇൻറ്റീരിയർ ചെയ്യണം. ഇൻറ്റീരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ലൂസ് ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫർണിച്ചറൊക്കെ മേടിക്കാനായിട്ട് ഏറ്റവും നല്ല ടൈം എപ്പോഴാണെന്ന് അറിയാമോ? ഒന്നുകിൽ ഫെസ്റ്റിവൽ സീസൺസ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഷോപ്പിൻ്റെ ഓപ്പണിംഗ് ടൈം ആയിരിക്കണം. മാക്സിമം കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടിലം സാധനങ്ങൾ നല്ല ഓഫറിൽ നമുക്ക് കിട്ടും. ഇന്ന് ഞാനുള്ളത് നമ്മുടെ ആറ്റിങ്ങലിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായിട്ടുള്ള മ്യൂബൽ ഫർണിച്ചറിലാണ്. ഇതിൻ്റെ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ഏകദേശം 10ഓളം സ്കൂട്ടർ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാഷ് പ്രൈസ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യും. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. നമ്മുടെ മ്യൂബലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് രഞ്ജിതയാണ്. രഞ്ജിത, നമ്മൾ സാധാരണ ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ ഈ ടൈമിലാണ് ഹോം അപ്ലയൻസസ് അതുപോലെ തന്നെ ഫർണിച്ചേഴ്സൊക്കെ മേടിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. ആറ്റിങ്ങലിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫർണിച്ചർ ഷോറൂം എന്ന് മ്യൂബലിനെ വിശേഷിപ്പിക്കാൻ. അടിപൊളിയാണ്. ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അത്ര ഇതായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഫർണിച്ചറിനെ കുറിച്ചിട്ട് സംസാരിക്കാം. നമുക്ക് ആദ്യം എവിടെ തുടങ്ങാം? നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നമുക്ക് എത്ര ഫ്ലോറാണ്? 3 ഫ്ലോറാണ്. ടോട്ടൽ 3 ഫ്ലോറാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോർ വരുമ്പോൾ പ്രീമിയം കാറ്റഗറിയാണ്. സോഫ വരുന്നുണ്ട്, ബെഡ്റൂം സെറ്റ്, അതേപോലെ ഡൈനിങ്, ഇതേപോലെ ഫുള്ള് പ്രീമിയം കാറ്റഗറിയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുവന്നേക്കുന്നത്. അത് മാത്രമല്ല പിന്നീട് വരുന്നത് സെക്കൻഡ് ഫ്ലോർ ആണ്. സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോൾ കോട്ട്, മാട്രസ്, അതേപോലെ ഡൈനിങ് സെറ്റ്, നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് സോഫയാണ് അല്ലേ? ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങിയാലോ? ഇത് അടിപൊളി ഒരു കളറല്ലേ? അതെ, അടിപൊളി ഒരു കളറാണ്. വെറൈറ്റി ആണ്, നമുക്ക് അധികം ഒന്നും കിട്ടാത്തൊരു കളറാണിത്. ഓക്കെ, ഇത് ഒരു ബ്ലൂ പേസ്റ്റൽ ഷെയ്ഡ് അല്ലേ? പേൽ ബ്ലൂ എന്നൊക്കെ പറയാം. ഇരിക്കാൻ അത്യാവശ്യം കംഫർട്ടാണ്. എനിക്ക് ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഓക്കെ, ഇത് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ആദ്യം തന്നെ കോർണറാണ്. സോഫ ഇപ്പൊ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നത് കോർണർ സോഫയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുമ്പം ഫുള്ള് 5 സീറ്റർ ആണ്, കോർണർ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്, റെക്രോൺ ആണ്. അപ്പോൾ ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടാണ്. ഇരിക്കുമ്പോൾ തന്നെ അറിയാം. സാർ ഇരുന്നപ്പോൾ ഫീൽ ചെയ്ത കാര്യമാണ്, അതുകൊണ്ടാണ് റേറ്റ് ചോദിച്ചത്. വരുന്നുണ്ട്. നമുക്ക് ഇതൊരു പ്രീമിയം സെഗ്മെന്റ് ആണ്. ഇത് റേറ്റ് എത്ര വരുന്നത്? പ്രീമിയം സെഗ്മെന്റ് ആണെങ്കിൽ കൂടി ഫ്ലാറ്റ് 30 ആണ്, 50 ബിലോ മാത്രമേ വരുന്നുള്ളൂ. ശരി, ഞാൻ രാവിലെ ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഫസ്റ്റ് എൻ്റെ കണ്ണിൽ ഉടക്കിയൊരു സാധനമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സോഫ സെറ്റ് എന്ന് പറയുന്നത്. സത്യം പറയാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേർവ്ഡ് ഡിസൈൻ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് ഇത് എവിടെയാണ് എൻ്റെ നിന്ന് അറിയാൻ പറ്റാത്ത രൂപത്തിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഇതേതാ മെറ്റീരിയൽ? ഇത് വരുമ്പോൾ സ്വീഡ് മെറ്റീരിയൽ. ഓക്കെ, അതായത് നമ്മുടെ ഒലിവ് ഗ്രീൻ അല്ലേ? അങ്ങനെ തന്നെ പറയാം. ഏറ്റവും പറഞ്ഞ കണക്ക് നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ 2026 ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളെ കുറിച്ച് സംസാരിച്ചതിനകത്താണ് ഈ സോഫയുടെ കളറ്. അതായത് നമ്മൾ 2026 ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആവാൻ പോകുന്ന ഒരു കളറുകളായിട്ട് പറഞ്ഞ ഒന്നാണ് ഈ ഒലിവ് ഗ്രീൻ എന്ന് പറയുന്നത്. ഇതിന് എനിക്ക് തോന്നുന്നു എന്തായാലും 1 lakh above തന്നെയാണ്. അത്യാവശ്യം നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ 10 year to 15 year വരെ കൊടുക്കുന്നുണ്ട്. ശരി, എന്ന് വെച്ചാൽ അത്രത്തോളം നമ്മൾ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ്. ഇതും 30% ആണ്. 30% കൂടി മാത്രമല്ല, നമുക്ക് അതിനകത്തൊരു അഡീഷണൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. എക്സ്ട്രാ ക്യാഷ് ബാക്ക് ആണ് വരുന്നത്. ന്യൂബിലിന്ന് എന്ത് പ്രോഡക്റ്റ് എടുത്താലും, അതായത് 1 lakh above എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് 5,000 ആണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. സ്പോട്ട് ഡിസ്കൗണ്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തും കസ്റ്റമേഴ്സിന് വമ്പിച്ച രീതിയിലാണ് നമ്മൾ അത്രയും ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സോഫകളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂവി കാര്യങ്ങളൊക്കെ കാണാൻ റിക്ലൈനർ യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, ഈ റിക്ലൈനറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലം അതിനെടുക്കൂലേ. നമുക്ക് വളരെ സിമ്പിളാണ്. ഈ 2 യൂണിറ്റും റൊട്ടേറ്റബിൾ ആണ് അല്ലേ? 2 യൂണിറ്റ് റൊട്ടേറ്റബിൾ ആണ്. ഒരു 3+2 കോമ്പയാണ് വരുന്നത്. അതിനകത്ത് ഈ 2 റൊട്ടേഷൻ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്കത് ഫിൽ ആവും ആ ഏരിയ അല്ലേ? അടിപൊളിയാണ്. അത് മാത്രമേ നമുക്ക് ഇത് വേണമെങ്കിൽ ബെഡ്റൂമിൽ വേണമെങ്കിൽ ഇടാൻ പറ്റും. നമുക്ക് ഇത് സിംഗിൾ പർച്ചേസ് സാധ്യമാണോ? ഇതിന്റെ ഒറ്റ യൂണിറ്റ് മാത്രം? ഒറ്റ യൂണിറ്റ് മാത്രമായിട്ടില്ല, പിന്നെ കസ്റ്റം ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് എത്ര റേറ്റ് വരാം? ഇത് ഒരു 1 lakh above 1 lakh above ആണ്. നമുക്ക് 1 lakh, 2 lakh, 3 lakhനൊക്കെ നമുക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഉണ്ട് അല്ലേ? ഓക്കെ, 1 lakhന് നേരത്തെ പറഞ്ഞ പോലെ 1 lakh above പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5,000 ആണ് ഡിസ്കൗണ്ട് വരുന്നത്. ഇപ്പം ഒരു 1 lakh സംതിങ്, അതായത് 150 ഒക്കെ വരുവാണെങ്കിൽ
8,000 ആണ്. പിന്നെ അതേപോലെ 2 lakh ആണ് വരുന്നതെങ്കിൽ 11,000 ആണ് ഡിസ്കൗണ്ട് വരുന്നത്. സ്പോട്ട് ഡിസ്കൗണ്ട് നമ്മൾ അപ്പോഴേ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് തന്നെ EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി ഇരുന്നാൽ ഉറങ്ങിപ്പോവും. നമുക്ക് ബെഡ്റൂം സെറ്റിലേക്ക് വരാം. ഇത് മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂം സെറ്റാണ് കേട്ടോ. ഓൾവേസ് കളർ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഐവറി ബേജ് എന്ന് പറയാൻ വേണമെങ്കിൽ ഐവറി ഇതിൻ്റെ തന്നെ വൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊരൊറ്റ യൂണിറ്റ് ആയിട്ടാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത്? യൂണിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 4 ഡോർ ആണ് വരുന്നത്. 4 ഡോറിൽ നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ചെയ്തെടുക്കാം. അത് 3 ഡോർ ആക്കാം, 2 ഡോർ ആക്കാം. അത് കസ്റ്റമർ ഇഷ്ടപ്രകാരം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരി. പിന്നെ നല്ലൊരു ബിഗർ ടൈപ്പ് ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്, സൈഡ് ബോക്സ് 2 വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഇല്ലാത്തതാണ്. ഇല്ല, ഇതിന്റെ കൂട്ടത്തിൽ ഇല്ലാത്തതാണ്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഡൈനിങ് ടേബിളിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലേ. ടീക്വുഡിൽ ഭയങ്കരമായിട്ട് കർവ് ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളാണ് അല്ലേ. സ്റ്റൈലിഷോട് കൂടിയാണ് നമ്മളിത് മേക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കി ഇത് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല അല്ലേ. ആ രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് തേക്കല്ലേ? ഫുൾ തേക്കാണ്. ഓക്കെ, തേക്കിനൊക്കെ എങ്ങനെയാണ് നമ്മൾ വാറണ്ടി കൊടുക്കുക? തേക്കിന് നമ്മൾ ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ 8x4 ആണ് ഇതിന്റെ സൈസ് പറയുന്നത് അല്ലേ. 8x4 ആണ്. ഇപ്പൊ 6 സീറ്റർ ആണ് ഉള്ളത്. നമുക്ക് ഒരു 8 വരെ ആക്കാൻ പറ്റും. 8 വരെ ആക്കാനായിട്ട് സാധിക്കും. സർ, ഇത് എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയല്ലേ? ഇത് ഏത് വുഡാന്ന് പറയാമോ? ഉറപ്പായിട്ടും നമുക്ക് ഈട്ടി തന്നെയാണ്. വീട്ടി തന്നെയാണ്. എന്ത് വേണമെങ്കിലും. അതെ അതെ, ഇത് നമ്മളെ സെയിം തന്നെ തേക്കിന് കൊടുക്കുന്ന ലൈഫ് ടൈം വാറണ്ടിയാണ് നമ്മൾ ഈട്ടിക്കും കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ നിലമ്പൂര് തന്നെ ഈ തേക്ക് എങ്ങനെയാണോ മേക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈട്ടിയും നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷൻ കൊണ്ടുവന്നേക്കുന്നത്. അത്രത്തോളം നമ്മൾ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈം തന്നെയാണ്. ഇതിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ നോർമൽ ഗ്ലാസ് ആണ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് നോർമലോ പ്രിന്റഡോ മാർബിളോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. കസ്റ്റമർക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ടോപ്പ് നമുക്ക് ഏത് മെറ്റീരിയൽ ആണെങ്കിലും മാറ്റാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഇപ്പൊ 30% ആണ്. ഇതെല്ലാം 30% ആണ് ഇപ്പൊ തന്നെ. ശരി. ഇനി നമുക്ക് ഇവിടെ കുറേ അധികം മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പുറകിൽ TV യൂണിറ്റ്. ഞാൻ TV യൂണിറ്റിൻ്റെ കുറേ അധികം സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് TV യൂണിറ്റൊക്കെ അല്ലെങ്കിൽ ആ ഒരു ബോട്ടം യൂണിറ്റൊക്കെ എത്ര രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട്? നമുക്ക് 2,400 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു ബെഡ്റൂം സെറ്റ് കണ്ടപ്പോൾ സാറ് ചോദിച്ചില്ല ഇത് ഇതിന്റെ കൂടെ ഉള്ളതാണ്. ഓക്കെ, അതൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം 2,400 തൊട്ടാണ് സ്റ്റാർട്ടിങ്. കസ്റ്റമർക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റ് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതലുള്ള ഐറ്റംസ് ആണ്. ഇത് ഏതാ മെറ്റീരിയൽ വരുന്നത്? ഇത് വരുന്നത് തേക്ക് തന്നെയാണ്. തേക്കാണ്. ഇത് എത്ര റേറ്റ് വരും? ഇത് ഏകദേശം നമുക്ക് MRP 47,900 ആണ്. അതിനകത്ത് തന്നെ ഫ്ലാറ്റ് 30 വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ടീക്കിൽ തന്നെയാണ് വരുന്നത്. ഇതിനും നമുക്ക് ആ ഒരു വാറണ്ടി എന്ന് പറയുന്നത് ലൈഫ് ടൈം ആണ്. തേക്കിന് എപ്പോഴും ലൈഫ് ടൈം തന്നെ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഫൈൻ. അടിപൊളി സാധനമാണ് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫ്ലോറ് മുഴുവനായിട്ട് ഡൈനിങ് ടേബിളാണ്. അപ്പുറത്തെ സൈഡ് കോട്ടാണ് അല്ലേ. ഇത് ഒരുവിധം എല്ലാ വുഡും ഉണ്ട് അല്ലേ. എല്ലാ വുഡും ഉണ്ട്. നമ്മൾ താഴെ കണ്ടാലും അതിൽ കൂടുതലാണ്. അതെല്ലാം പ്രീമിയം ആണ്. ഇതിനകത്ത് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തൊട്ട് പ്രീമിയം കാറ്റഗറി വരെയുള്ള എല്ലാ ഡൈനിങ് സെറ്റും ആണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ എല്ലാം കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ഡൈനിങ് ഒക്കെ 4 സീറ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 15,900 വിത്ത് ചെയർ ആണ് ഇൻക്ലൂഡ് ചെയറാണ്. ഈ 15,900 എന്ന് പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്കൗണ്ട് ഉൾപ്പെടുത്തിയിട്ടാണോ? ആ ഡിസ്കൗണ്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 15,900 പറയുന്നത്. അടിപൊളി. കുറേ ഉടനാണ് അക്കേഷ്യ ആണ് വരുന്നത്. അക്കേഷ്യ 5 ഇയർ വാറണ്ടി പ്രൊവൈഡ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനകത്ത് സംശയം കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സംശയം. പിന്നെ അത് മാത്രമല്ല 6 സീറ്റർ വരുമ്പോൾ കുറച്ചും കൂടി റേറ്റ് വേരിയേഷൻ വരുമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ആ ഒരു എമൗണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ എത്രയൊക്കെ മോഡേൺ ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നും ഒരുപാട് ആളുകളുടെ ഇടയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ട്രഡീഷണൽ സാധനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വുഡിൽ മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള ഈ സോഫ കാര്യങ്ങൾ. ഇതിന് ശരിക്കും നമ്മൾ റെയിൽവേ ബെഞ്ച് എന്നല്ലേ പറയും? അതെ, റെയിൽവേ ബെഞ്ചാണ്. ഇതെല്ലാം തേക്കാണ്. ഇതെല്ലാം തേക്കാണ്. ലൈഫ് ടൈം വാറണ്ടി ആണ്. അത് മാത്രമല്ല പല മോഡലിലാണ് നമ്മൾ മേക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് തന്നെ കോർണർ വരുന്നുണ്ട്, 3+2 കോംബോ വരുന്നുണ്ട്, 3 സീറ്റർ ആയിട്ട് വരുന്നുണ്ട്, കുഷ്യൻ വരുന്നുണ്ട്, കുഷ്യൻ ഇല്ലാത്ത രീതി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാ റേറ്റ് വരാം? നമുക്ക് നോർമലി ഇപ്പം തേക്കിന്റെ ഒക്കെ വരുമ്പോൾ 29,900 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 29,900 നമ്മൾ ലൈഫ് ടൈം വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഫർണിച്ചറിൻ്റെ A to Z സാധനങ്ങൾ, അത് ലൂസ് ഫർണിച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഇമ്പോർട്ടൻറ്റ് ഫർണിച്ചർ ആയിക്കോട്ടെ, എന്തും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം.
നമുക്ക് കേരളത്തിൽ എത്ര ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് കേരളത്തിൽ ടോട്ടൽ ഇപ്പോൾ 9 ഇതാണ് 9ാമത്തെ ബ്രാഞ്ചാണ്. പ്രീമിയം കാറ്റഗറി കണ്ടു, അതുപോലെ തന്നെ മീഡിയം കണ്ടു. ഇനി നമ്മൾ കാണുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അല്ലേ? സാധാരണക്കാർക്കും വന്നിട്ട് നല്ല ടോപ്പ് ക്വാളിറ്റി ഫർണിച്ചർ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇവരുടെ ഡൗട്ട് ക്ലിയർ ആയിട്ട് ചോദിക്കുകയാണെ, ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഇതിന് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് സോഫയൊക്കെ എത്ര രൂപ പോലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക? നമുക്ക് സോഫ ഇപ്പം 3 കാറ്റഗറിയാണ് വരുന്നത്. അതിനകത്ത് 3 സീറ്ററൊക്കെ വെറും 5,900 ഇപ്പോഴത്തെ ഒരു ഓഫറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് 3 സീറ്റ് വരുന്നു, പിന്നെ 3+1+1 വരുന്നുണ്ട്. വരുമ്പോൾ ഒരു 10,900 സ്റ്റാർട്ടിങ്. ശരി. ഡൈനിങ് ടേബിളിലൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടിങ് ഡൈനിങ് 15,900. അതെ, വിത്ത് ചെയർ ആണ് വരുന്നത്. ഓക്കെ. കോട്ട് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ബെഡ്റൂം സെറ്റ് വെറും 17,900 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വരുന്നത്. സാധാരണക്കായ ആൾക്കാർക്ക് മൊത്തം പർച്ചേസ് ചെയ്യാൻ പറ്റും. വെറും കൈയോടുകൂടി ആരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു 50,000 രൂപ എനിക്ക് തോന്നുന്നു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും നമുക്ക് അതിനകത്ത് നിന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. കോംബോ പാക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ ഒരുമിച്ച് കോംബോ പാക്ക് ആയിട്ട് ഇപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഹൗസ് വാമിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ കോംബോ ആയിട്ടും ചെയ്തെടുക്കാം. അത് എത്ര രൂപയാണ്? ഞാൻ ഈ പറഞ്ഞ ബഡ്ജറ്റിനകത്താണോ? ഈ പറയുന്ന ബഡ്ജറ്റിനകത്ത് വരുന്നുണ്ട്. അതിൽ എബോവ് ആണ് അവർ നോക്കുന്നെങ്കിൽ അങ്ങനെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ബെഡ്റൂം സെറ്റിന് പകരം 2 ബെഡ്റൂം സെറ്റ് വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനെയും നമ്മൾ എമൗണ്ടിൽ വേരിയേഷൻ വരും. പക്ഷേ ഇനി കയ്യിൽ പൈസ ഇല്ലാന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട. നമുക്ക് EMI ഉണ്ട്. 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുറേശ്ശെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ രഞ്ജിത, നമ്മൾ ഒരുവിധമുള്ള പ്രോഡക്റ്റ് കുറേയൊക്കെ കാണിച്ചു. നമ്മൾ ബാക്കി സ്റ്റാർട്ടിങ് റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളുടെ 2-3 ഷോപ്പിൽ ഞാൻ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ ആയിട്ട്. വളരെ രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പ് കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ടിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഫ്ലാറ്റ് 30% ആണ്. ക്യാഷ് ഇല്ലാത്തവർക്ക് EMI ഓപ്ഷൻ ഉണ്ട്. 0 ഡൗൺ പേയ്മെന്റ് ആണ് അല്ലേ? അതെല്ലാം നിങ്ങൾ തന്നെയല്ലേ ചെയ്ത് കൊടുക്കുന്നത്? പിന്നെ അതിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഡെലിവറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ 9 ബ്രാഞ്ചാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫ്രീ ഡെലിവറി ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിക്കാരത്തെ നമ്പർ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും വിളിക്കാം. ജസ്റ്റ് ഇനി പർച്ചേസ് ചെയ്തില്ലെങ്കിൽ കൂടിയും വന്ന് ഷോറൂമൊക്കെ വീട് പണി നടക്കുന്നവരാണെങ്കിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഐഡിയാസ് ബുക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓഫറിൽ നമ്മളിപ്പോൾ വന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസം വരെ അതിന് ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഏതൊരു പ്രോഡക്റ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എൻ്റെ ആഫ്റ്റർ സർവീസ് കാര്യങ്ങളൊക്കെയാണ്. അതിൽ മ്യൂബിൾ ബെസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.